ഇതൊരു സാധാരണ ചൂടല്ല, നമ്മെ വേട്ടയാടുന്നൊരു അപകടമാണ്. നമ്മുടെ ജീവൻ പോലും അപഹരിക്കാൻ കഴിയുന്നൊരു പ്രതിഭാസം, എൽ നിനോ. പസഫിക് സമുദ്രത്തിലെ വെള്ളം അസാധാരണമായി ചൂടാകുമ്പോൾ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ മാറുന്നു. മഴ വരേണ്ട സമയത്ത് മഴയില്ല, ചൂട് മാത്രം. ഈ അവസ്ഥ ആരോഗ്യവാനായ ആളുകളെയും പോലും വീഴ്ത്തും. ദാഹം തോന്നുന്നതുവരെ കാത്തിരിക്കരുത്, അത് അപകടകരമാണ്. ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുക. കുട്ടികളും പ്രായമായവരും വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ഏറ്റവും അപകടകരമായ സമയം. ഈ സമയത്ത് പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ജീവൻ ഏത് കാര്യത്തെക്കാളും വിലപ്പെട്ടതാണ്. കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. കടുത്ത തലവേദന, ബോധക്ഷയം, ഛർദി, വിയർക്കാതെ വരണ്ട ചർമ്മം, ഇവ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തണലിലേക്ക് ಮಾറ്റുക. ಕರಾವಳಿ ಭಾಗದಲ್ಲಿ ಇತ್ತೀಚೆಗೆ ಬಿಸಿಲು ಹೆಚ್ಚಾಗಿದೆ. ಈ ಒಂದು ಬಿಸಿಲು ಸಾಮಾನ್ಯವಾದಂತಹ ಬಿಸಿಲಲ್ಲ, ಇದು ಎಲ್ ನಿನೋ ಪರಿಣಾಮವಾಗಿದೆ. ಪೆಸಿಫಿಕ್ ಮಹಾಸಾಗರದ ನೀರು ಹೆಚ್ಚು ಬಿಸಿ ಆಗಿರುವುದರಿಂದ ಗಾಳಿ ನಮ್ಮ ಮೇಲೆ ಡೈರೆಕ್ಟ್ ಆಗಿ ಬೀಳ್ತಾ ಇದೆ. ಈ ಒಂದು ಬಿಸಿಲು ತುಂಬಾ ಅಪಾಯಕಾರಿ. ಇದರಿಂದ ಹೀಟ್ ಸ್ಟ್ರೋಕ್ ಆಗಿ ಆರೋಗ್ಯವಂತರು ಕೂಡ ಸಾಯುವ ಸಾಧ್ಯತೆ ಇದೆ. ಆದ್ದರಿಂದಲೇ ಈಗಲೇ ಈ ಒಂದು ಕ್ರಮವನ್ನು ಪಾಲಿಸಿ. ಬಾಯಾರಿಕೆಗೆ ಕಾಯಬೇಡಿ. ಪ್ರತಿ ಗಂಟೆಗೂ ಕೂಡ ನೀರು ಕುಡಿಯಿರಿ. ಮಕ್ಕಳು ಮತ್ತು ವೃದ್ಧರು ನೀರು ಕುಡಿಯುತ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನೋಡಿಕೊಳ್ಳಿ. ಬೆಳಗ್ಗೆ 11ರಿಂದ ಮಧ್ಯಾಹ್ನ 3 ಈ ಒಂದು ಸಮಯ ತುಂಬಾ ಅಪಾಯಕಾರಿ. ಸಾಧ್ಯವಾದಷ್ಟು ಮನೆಯೊಳಗೇನೆ ಇರಿ. ಕಪ್ಪು ಬಟ್ಟೆ ಬೇಡ, ಹಗುರವಾದ ಬಿಳಿ ಕಾಟನ್ ಬಟ್ಟೆಯನ್ನು ಧರಿಸಿ. ತಲೆನೋವು, ಮೂರ್ಛೆ, ವಾಂತಿ, ಒಣಚರ್ಮ ಇದು ಹೀಟ್ ಸ್ಟ್ರೋಕ್ ನ ಲಕ್ಷಣಗಳು. ಇವು ಕಂಡು ಬಂದ್ರೆ ನೆರಳಿಗೆ ಕರೆದುಕೊಂಡು ಹೋಗಿ, ದೇಹ ತಂಪಾಗಿಸಿ, ತಕ್ಷಣ ಆಸ್ಪತ್ರೆಗೆ ಕರೆದೊಯ್ಯಿರಿ. ಪ್ರಾಣಿಗಳನ್ನು ಕೂಡ ಮರಿಬೇಡಿ. ಹೊರಗೆ ನೀರು ಇಡಿ, ನೆರಳು ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿ. ಈ ವಿಡಿಯೋವನ್ನು ಮೌನವಾಗಿ ನೋಡಬೇಡಿ. ನಿಮ್ಮ ಕುಟುಂಬ ಹಾಗೂ ಸ್ನೇಹಿತರ ಜೊತೆ ಹಂಚಿಕೊಳ್ಳಿ. ಒಂದು ಶೇರ್ ಒಂದು ಜೀವವನ್ನು ಉಳಿಸಬಹುದು. മാതാവിന്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നിടുമോ മാനവനായുസ്സിൽ. മാതാവിന്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നിടുമോ മാനവനായുസ്സിൽ. ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുന്നോ പകരം നൽകാനൊരു